ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പെർസെൻറ്റേജിനെ പറ്റിയാണ്. പെർസെൻറ്റേജ് എന്നുള്ള ടോപ്പിക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ക്യു എയിൽ എന്ന് എല്ലാവർക്കും അറിയാം. ഇൻ ദ സെൻസ് ഡയറക്റ്റ് ആയിട്ട് പെർസെൻറ്റേജ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് നമുക്ക് വരാറുണ്ട് മാത്സിൽ. അതല്ലാതെ പിന്നെ എന്താ പറയുക, സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഒക്കെ നമുക്ക് പെർസെൻറ്റേജ് മെത്തേഡിലും കൂടെ ഈസിലി കണ്ടുപിടിക്കാനുള്ള എളുപ്പവഴികളുണ്ട്. സോ ഈ പെർസെൻറ്റേജ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാനുള്ള ടെക്നിക്ക് നിങ്ങൾ അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അതുപോലെ ബാക്കി പ്രോബ്ലംസ് ഒക്കെ എങ്ങനെ പെർസെൻറ്റേജ് ബേസിൽ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് പഠിക്കാൻ പറ്റുള്ളൂ. സോ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ബേസിക്കലി പെർസെൻറ്റേജസ് എങ്ങനെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാനുള്ള രണ്ട് മെത്തേഡാണ്. ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനുള്ള രണ്ട് മെത്തേഡുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ആദ്യം പെർസെൻറ്റേജിൻ്റെ കൺസെപ്റ്റ് നോക്കാം. പെർസെൻറ്റേജ് എന്നുള്ള വേർഡ് വരുന്നത് നിങ്ങൾക്ക് അറിയായിരിക്കും. പെർസെൻറ്റേജ് എന്നുള്ള വേർഡ് വരുന്നത് പെർസെൻറ്റ് എന്നുള്ളൊരു വേർഡിൽ നിന്നാണ്. പെർസെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പെർസെൻറ്റ്, അതായത് 100ൻ്റെ സംതിങ് അപ്പോൺ 100. അതാണ് പെർസെൻറ്റേജിൻ്റെ കൺസെപ്റ്റ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സോ പെർസെൻറ്റേജ് എങ്ങനെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ നമുക്ക് നോക്കാം. നമുക്കൊരു പ്രോബ്ലം നോക്കാം. 30% ഓഫ് 40. 30% ഓഫ് 40 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നോർമലി നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? 30 × 40 ഡിവൈഡഡ് ബൈ 100 ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക. സോ ഈ 0 ക്യാൻസൽ ആയി പോകും, ഈ 0 ക്യാൻസൽ ആയി പോകും, 3ഉം 4ഉം ആണ് റിമൈനിങ്. 3 × 4 എന്ന് പറയുമ്പോൾ 12 നമുക്ക് ആൻസർ കിട്ടും. ഇതാണ് നമ്മൾ നോർമലി കൺവെൻഷനലി ചെയ്തു പോകുന്ന ഒരു മെത്തേഡ്, പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്. ഇതുപോലുള്ള പെർസെൻറ്റേജ് കണ്ടുപിടുത്തം നമുക്ക് എളുപ്പത്തിലാക്കാൻ വേണ്ടി ഒരു ടെക്നിക്ക് ഉണ്ട്. അതാണ് ഡയറക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ടെക്നിക്ക് എന്ന് പറയും. ഡയറക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ടെക്നിക്ക് എന്ന് പറയും. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇവിടെ ഈ പ്രോബ്ലം ചെയ്തപ്പോൾ നമ്മൾ കണ്ടു ഈ 40യുടെ ഒരു 0യും 30യുടെ ഒരു 0യും അപ്പോൺ 100 നമ്മൾ നാച്ചുറലി ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. അതായത് ലിറ്ററലി നമ്മൾ ചെയ്തത് 30/10 × 40/10 ആണ്. ഓക്കെ, 30/10 എന്ന് പറഞ്ഞാലും 40/10 എന്ന് പറഞ്ഞാലും എന്ത് വരും? 4 × 10 12 വരും. അതുപോലെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ട പെർസെൻറ്റേജ് കണ്ടുപിടിക്കേണ്ട രണ്ട് നമ്പേഴ്സിനെ 10 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് ഡയറക്റ്റ്ലി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഡയറക്റ്റ് ആയിട്ട് പെർസെൻറ്റേജിലേക്ക് എത്താൻ പറ്റും. ഇതാണ് കൺസെപ്റ്റ്. ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. നമ്മൾ 30% ഓഫ് 40 കണ്ടുപിടിച്ചത് 30/10 ചെയ്യുക, 40/10 ചെയ്യുക, അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക, ഡയറക്റ്റ് ആൻസറിലേക്ക് എത്തും. അതാണ് ഡയറക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ടെക്നിക്ക് എന്ന് പറയുന്നത്. നമുക്ക് 1-2 എക്സാമ്പിൾസ് കൂടെ നോക്കാം. വേറൊരു എക്സാമ്പിൾ, ഇപ്പോൾ 25% ഓഫ് 30. ഇത് നമുക്ക് എങ്ങനെ ഡയറക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ടെക്നിക്കിൽ കണ്ടുപിടിക്കാം? നമ്മുടെ ടെക്നിക്ക് എന്താണ്? ഇതിനെയും 10 വെച്ച് ഡിവൈഡ് ചെയ്യണം, ഇതിനെയും 10 വെച്ച് ഡിവൈഡ് ചെയ്യണം. 10 വെച്ച് ഡിവൈഡ് ചെയ്യുക എന്നുള്ളത് നമുക്ക് എപ്പോഴും എളുപ്പമുള്ളൊരു കാര്യമാണ്. ലാസ്റ്റ് 0 ആണെങ്കിൽ ആ 0 കട്ട് ചെയ്ത് കളയാം. ഇപ്പോൾ 12/10 ആണെങ്കിൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 1.2 ആയിരിക്കും. ഒരു സ്ഥാനം മാറ്റി കുത്തിട്ടാൽ മതി. ഇത് നമ്മുടെ ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ഈ ഒരു കാര്യം അറിയാമെങ്കിൽ നമുക്ക് ഈ സ്റ്റെപ്പുകളൊക്കെ ഒഴിവാക്കി ഡയറക്റ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. സോ 25/10 എന്ന് പറയുമ്പോൾ എത്രയായി? 2.5 ആയി. 30/10 എന്ന് പറയുമ്പോൾ എത്രയായി? 3 ആയി. 3 × 2.5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 + 1.5 എന്ന് പറഞ്ഞാൽ 7.5 ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മൾ ഡയറക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ടെക്നിക്കിൽ നമ്മൾ യൂസ് ചെയ്യാറ്. അല്ലെങ്കിൽ നമ്മൾ 30 × 25 ചെയ്തിട്ട് ഡിവൈഡ് ബൈ 100 ചെയ്താലും മതി. വാട്ട് എവർ ഇറ്റ് ഈസ്, ഇതാണ് മെത്തേഡ്, ഡയറക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്. നിങ്ങൾക്ക് എഴുതി ചെയ്യേണ്ട കാര്യമില്ല. ഇത് 1-2 ക്വസ്റ്റൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്, ഡയറക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിളോട് നോക്കാം. 20% ഓഫ് 47. ഇതെങ്ങനെ നമുക്ക് ഡയറക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് കണ്ടുപിടിക്കാം? നമുക്ക് ഒറ്റയടിക്ക് നിങ്ങളും കൂടെ തന്നെ മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. 47/10 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 4.7 × 20/10 എന്ന് പറയുമ്പോൾ 2.0 അല്ലെങ്കിൽ 2. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 × 2 8, 7 × 2 എന്ന് പറയുമ്പോൾ 1.4 വരും. സോ 9.4 ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് മൈൻഡിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. ഡയറക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡാണ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ. പെർസെൻറ്റേജ് എന്നുള്ള ഫാക്ടറെ നമുക്ക് അവോയ്ഡ് ചെയ്തിട്ട് ഡയറക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് എന്ത് എത്താൻ പറ്റും? പെർസെൻറ്റേജ് വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. സോ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനുള്ള ഒരു ഈസി മെത്തേഡ് നമ്മൾ കണ്ടു, ഡയറക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്. ഡയറക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? പെർസെൻറ്റേജ് കണ്ടുപിടിക്കേണ്ട നമ്പറിനെയും പെർസെൻറ്റേജിനെയും ഡിവൈഡ് ബൈ 10 ചെയ്യും. എന്നിട്ട് അത് വെച്ച് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യും. നമുക്ക് ഡയറക്റ്റ് പെർസെൻറ്റേജിലേക്ക് എത്താം. സോ ഈ ഒരു മെത്തേഡ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് നാച്ചുറലി തോന്നുന്ന ഒരു ഡൗട്ട് ആയിരിക്കും, കുറച്ചും കൂടെ വലിയ നമ്പർ വന്നു കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ കുറച്ച് പാടല്ലേ എന്നുള്ളത്. സോ അങ്ങനെയുള്ള സമയത്താണ് നമ്മൾ അടുത്ത മെത്തേഡ് യൂസ് ചെയ്യുക. ആ മെത്തേഡിൻ്റെ പേരാണ് സ്പ്ലിറ്റിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. സ്പ്ലിറ്റിംഗ് മെത്തേഡ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. നമ്മൾ മുമ്പ് ഒരു സ്പ്ലിറ്റ് ആൻഡ് മെർജ് ടെക്നിക്ക് പഠിച്ചായിരുന്നു. മൾട്ടിപ്ലിക്കേഷൻ എളുപ്പവഴിയെന്ന് അതിൻ്റെ മുമ്പത്തെ ടെക്നിക്കായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ആൻഡ് മെർജ് ടെക്നിക്ക് പഠിച്ചായിരുന്നു. സോ അതിനോട് അടുത്ത് നിൽക്കുന്ന ഒരു ടെക്നിക്കാണ് സ്പ്ലിറ്റിംഗ് മെത്തേഡ് വെച്ചിട്ട് പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്നതിനാണ്. സോ എക്സാമ്പിൾ നോക്കാം. 65% ഓഫ് 90. 65% ഓഫ് 90 ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നേരത്തെ കണക്ക് പ്രകാരം എങ്ങനെയായിരിക്കണം? 90നെ 10 വെച്ച് ഡിവൈഡ് ചെയ്യണം, അപ്പോൾ 9 കിട്ടും. 65നെ 10 വെച്ച് ഡിവൈഡ് ചെയ്യണം, 6.5 കിട്ടും. 6.5 × 9 ചെയ്യണം. സോ അഗെയിൻ കോംപ്ലിക്കേറ്റഡ് ആണ്, കുറച്ചും കൂടെ മൾട്ടിപ്ലിക്കേഷൻ കുറച്ചും കൂടെ പാടാണ്. സോ ഇതിനെ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാൻ പറ്റും നോക്കാം. സോ 65നെ ഞാൻ 60 + 5 എന്നങ്ങ് എഴുതാണ്. ഇതാണ് സ്പ്ലിറ്റിംഗ്.
ഈ 65 എന്നുള്ള നമ്പറിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്തിട്ട് 60 + 5 എന്ന് എഴുതി അതിൻ്റെ 90% കണ്ടുപിടിക്കാമല്ലോ. ഓക്കെ, 60യുടെ 90% കണ്ടുപിടിക്കാൻ നമുക്ക് മുമ്പത്തെ മെത്തേഡ് യൂസ് ചെയ്യാം. 60യുടെ 90% എന്ന് പറയുമ്പോൾ എന്താ, നേരത്തെ പോലെ തന്നെ 60 / 10 ഇൻറ്റു 90 / 10 ചെയ്താൽ മതി. ഓക്കെ, സോ 6 × 9 വരും. 6 × 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 54 വരും. ഓക്കെ, ഇനി ഇവിടെ ഒരു പ്ലസ് ഉണ്ട്. 5ന്റെ 90% കണ്ടുപിടിക്കണം. 5ന്റെ 90% അല്ലെങ്കിൽ 90യുടെ 5% എന്തായാലും കുഴപ്പമില്ല, കണ്ടുപിടിക്കണം. സോ 90യുടെ / 10 എന്ന് പറയുമ്പോൾ 9 വരും. 5 / 10 എന്ന് പറയുമ്പോൾ 0.5 വരും, 0.5 വരും. ഓക്കെ, സോ 9നെ 0.5, 9ന്റെ പകുതി എന്ന് പറയുന്നത് എത്രയാണ്, 4.5 ആണ്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക, ദാറ്റ് ഈസ് 58.5 വരും. 65% ഓഫ് 90 എന്ന് പറയുന്നത് 58.5 ആണ്. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് മെത്തേഡിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇതൊന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. 65% ഓഫ് 90 നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആണെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ കുറച്ച് പാടായിരിക്കും. സോ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, 60 നമ്മൾ എന്ത് ചെയ്തു, രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. 60 + 5 എന്ന് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. എന്നിട്ട് അതിൻ്റെ 90% കണ്ടുപിടിച്ചു. ആദ്യം 60ന് 90% കണ്ടുപിടിച്ചു, പിന്നെ 5ന് 90% കണ്ടുപിടിച്ചു, ദെൻ അത് രണ്ടും കൂടെ ആഡ് ചെയ്തു. അങ്ങനെയാണ് നമുക്ക് 58.5 എന്നുള്ളത്. ഒരു എക്സാമ്പിൾ കൂടെ നമുക്ക് നോക്കാം. അടുത്തൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ലെറ്റ്സ് സേ 75% ഓഫ് 80. 75% ഓഫ് 80 നമുക്ക് കണ്ടുപിടിക്കാം. സോ അഗെയിൻ നമ്മൾ സ്പ്ലിറ്റ് ആൻഡ് മെർജ് ടെക്നിക്ക് യൂസ് ചെയ്യാം. 75% നമുക്ക് എങ്ങനെ എഴുതാം, 70 + 5 ഇൻറ്റു % ഓഫ് 80 എന്ന് എഴുതാം. 2 0 നമ്മൾ ക്യാൻസൽ ചെയ്യുന്നു, ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 7 × 8 എന്ന് പറയുന്നത് 56 ആണ്. ഇവിടെ പ്ലസ് സൈൻ ഉണ്ട്, ആഡ് ചെയ്യുന്നു. ഇനി 5ന്റെ 80% കണ്ടുപിടിക്കണം. അഗെയിൻ 5നെ 10 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു, നമുക്ക് 0.5 കിട്ടും, 0.5 കിട്ടും. 0.5 × 8 എന്ന് പറയുന്നത് 8ന്റെ പകുതിയാണ്, ദാറ്റ് ഈസ് 4. 56 + 4 എന്ന് പറയുമ്പോൾ എത്രയും 60. ഇതാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. 75% ഓഫ് 80 എന്ന് പറയുന്നത് 60% ആണ്. ഡയറക്റ്റ് നമുക്ക് ആൻസറിലേക്ക് എത്തി, ഈ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഒഴിവാക്കിയിട്ട്. ഇത് നിങ്ങൾ 1-2 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്ത് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റെപ്പൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിൽ ചെയ്യാൻ പറ്റും. അത് സ്പീഡ് നിങ്ങൾക്ക് കൂടുതലായിട്ട് ചെയ്യാൻ പറ്റും. സോ മെത്തേഡ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു എക്സാമ്പിൾ കൂടെ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത എക്സാമ്പിൾ വേറൊരു തരത്തിൽ എങ്ങനെ ചെയ്യാമെന്ന് കൂടെ നമുക്ക് നോക്കാം. സോ നമ്മുടെ ഫസ്റ്റത്തെ എക്സാമ്പിൾ 65% ഓഫ് 90 ആയിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്ത് 60 + 5 × 90 ചെയ്തു. ഇതല്ലാതെ 90നെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എങ്ങനെ ചെയ്യാൻ നോക്കാം, അത് ചിലപ്പോൾ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. സോ 65 നമ്മൾ അതുപോലെ വെക്കുന്നു, 90നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാൻ പോകുന്നു. 90നെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം, 100 - 10 എന്ന് വേണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, 100 - 10 എന്ന് സ്പ്ലിറ്റ് ചെയ്തു. 65ന്റെ 100%, 65ന്റെ 100% എന്ന് പറഞ്ഞാൽ എന്താ, 65ന്റെ മുഴുവനും, ദാറ്റ് മീൻസ് 65 ഇറ്റ്സെൽഫ്. ഓക്കെ, മൈനസ് 65ന്റെ 10%, 65ന്റെ 10% എന്ന് പറഞ്ഞാൽ എത്രയാണ്, 6.5. ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് എന്ത് വരും, കറക്റ്റ് ആൻസറിലേക്ക് വരും, 58.5 വരും. ഇത് തന്നെയാണ് നമുക്ക് ആദ്യം കിട്ടിയ ആൻസർ. സോ ഐദർ യു ക്യാൻ സ്പ്ലിറ്റ് 65 or 90. രണ്ട് സ്പ്ലിറ്റ് ചെയ്താലും നമുക്ക് എന്തായിരിക്കും, ആൻസർ ഒന്ന് തന്നെയായിരിക്കും. ഏതാണോ നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ എളുപ്പമുള്ള നമ്പർ അത് നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്യുക. ഈ മെത്തേഡ് 1-2 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യാം. ഞാൻ 1-2 പ്രോബ്ലംസ് ഇവിടെ നോട്ട് ചെയ്തിടാം. സോ നിങ്ങളത് ചെയ്തിട്ട് കമൻറ്റിൽ, ഈ മെത്തേഡിൽ ചെയ്തിട്ട് കമൻറ്റിൽ കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് പറയണം. ക്വസ്റ്റ്യൻസ് ഇതാണ്. 51% ഓഫ് 40 ഒരു ചോദ്യം. സെക്കൻഡ് ക്വസ്റ്റ്യൻ 59% ഓഫ് 45. ഈ രണ്ട് ക്വസ്റ്റ്യൻസ് ചുമ്മാ ട്രൈ ചെയ്ത് നോക്കുക. ഈ മെത്തേഡിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് കമൻറ്റിൽ പറയാം.